ഹായ് മക്കളെ 2025 +2 കുട്ടികളുടെ കൊമേഴ്സ് കുട്ടികളുടെ മാത്സിൻ്റെ ആൻസർ കീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ കുറേ കുട്ടികൾ അത് ആവശ്യപ്പെട്ടു, കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. സോ അവരുടെ ആൻസർ കീ ആയിട്ടാണ് മക്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര മാർക്കുകൾ കിട്ടിയെന്ന് നമുക്ക് ഓരോ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കുട്ടികൾക്ക് ഈ ആൻസർ കീ അയച്ചു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിൻ്റെ. അതിനകത്ത് 6 എണ്ണം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെട്രിക്സിൽ നിന്നായിരുന്നു. വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അല്ലേ മക്കളെ? എഴുതി കാണും നിങ്ങൾ എല്ലാവരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് എഴുതാനാണ്. x+2 = 4 നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x+2 = 4 എന്ന് എഴുതാം. സോ ഇവിടെ x+2 = 4, അതിൻ്റെ അകത്ത് x = 4 - 2 എന്ന് എഴുതാം. അപ്പോൾ x = എത്ര കിട്ടും? 4 - 2 കുറച്ചാൽ 2 കിട്ടും. അടുത്ത അതേപോലെ തന്നെ ഇവിടെ 4 y-2ൻ്റെ നേരെയുള്ള ആ ഒരു ടേം അല്ലേ, y-2 = 6 എന്ന് ഇക്വേറ്റ് ചെയ്താൽ y-2 = 6. സോ y = 6 + 2 എന്ന് കിട്ടും. അപ്പോൾ y = എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ x = 2ഉം y = 8ഉം ആണ് ആൻസർ. അത് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ കൺസ്ട്രക്ട് ചെയ്യാനാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട്. ഓക്കെ, aij തന്നിട്ടുണ്ട്. aij = 2i - j. 2/2 മെട്രിക്സ് അല്ലേ, വളരെ എളുപ്പമുള്ള മെട്രിക്സ്. 2i - j. 2i - j. സോ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം a11, a12, a21, a22. ഓരോന്ന് കണ്ടുപിടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ മക്കളെ? സോ a11 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 1 - 1. അപ്പോൾ 2 - 1 1 കിട്ടും. ഇവിടെ a11 ഫസ്റ്റത്തെ എലമെൻറ്റ് 1 ആണ്. സോ a21 2 × 2 2 × 2 മൈനസ് a12 അല്ലേ, സോറി a12 2 × 1 - 2. അപ്പോൾ 2 - 2 0 വരും. അപ്പോൾ ഇവിടെ 0. അടുത്ത a21 എന്ന് പറയുമ്പോൾ 2 × 2 - 1. സോ 2 × 2 4, 4 നിന്ന് 1 കുറച്ചാൽ 3. അപ്പോൾ ഇവിടെ 3. അടുത്ത് a22 2 × 2 - 2, 4 നിന്ന് 2 കുറച്ചാൽ 2. സോ 1 0 3 2 എന്ന് കിട്ടും. ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. 1 1 2 × 1 - 1, 2 നിന്ന് കുറച്ചാൽ 1, 2 1 2 × 2 2 × 1. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇത് രണ്ടും a21 ആണ്. അവിടെ a12 ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിവിടെ എഴുതിയത് കറക്റ്റാണ്, പക്ഷേ എലമെൻറ്റ് എഴുതിയത് a12. ഓക്കെ, അപ്പോൾ 2 × 1 - 2 0. ഓക്കെ, a12 കറക്റ്റാണ്. a21 എന്ന് പറയുമ്പോൾ 2 × 2 - 1. ഓക്കെ, 4 നിന്ന് കുറച്ചാൽ 3. a22 4 നിന്ന് 2 കുറച്ചാൽ 2. ഓക്കെ, അതാണ് മക്കളെ ആൻസർ. 1032 എന്ന് കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റിൻ്റെ അകത്ത് ഏതാണ് മെട്രിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്കെയിലാർ ആണോ, സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഐഡൻറ്റിറ്റി ആണോ? അപ്പോൾ മക്കളെ ഇവിടെ 1 2 3 1 2 3 അല്ലേ? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയേ. എ ട്രാൻസ്പോസ് എന്ന് എടുക്കുമ്പോൾ 1 2 3 താഴത്തേക്ക് എഴുതുക, 2 3 4 താഴത്തേക്ക് എഴുതുക, 3 4 5 താഴത്തേക്ക് എഴുതുക. ട്രാൻസ്പോസ് എടുത്തപ്പോൾ സെയിം അത് തന്നെ കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. സോ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് a² - a + 2i = 0 എന്ന് തെളിയിക്കുക. അവിടെ a എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 3 - 2 4 - 2 3 - 2 4 - 2 എന്നാണ്. നമുക്ക് തെളിയിക്കേണ്ടത് a² - a + 2i. ഓക്കെ, അപ്പോൾ നമുക്ക് a² കണ്ടുപിടിക്കാം. a² എന്ന് പറയുമ്പോൾ a × a അല്ലേ? a 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. a എന്ന് പറയുമ്പോൾ 3 - 2 4 - 2 ഇൻറ്റു വീണ്ടും 3 - 2 4 - 2 മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റാക്കി എഴുതുക മക്കളെ. ഇവിടെ എന്താണ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 3 9 പ്ലസ് -2 × 4, അപ്പോൾ അത് -8. 9 നിന്ന് 8 കുറച്ചാൽ 1. ഇവിടെ 1. അടുത്ത ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. 3 × -2 3 × -2 -6 പ്ലസ് -2 × -2 പ്ലസ് 4, അപ്പോൾ അത് -2 എന്ന് കിട്ടും. നെക്സ്റ്റ് 4 × 3 12 പ്ലസ് -2 × 4 -8. 12 നിന്ന് 8 കുറച്ചാൽ 4. നെക്സ്റ്റ് 4 × -2 -8 പ്ലസ് -2 × -2 പ്ലസ് 4. അപ്പോൾ -8 നിന്ന് 4 കുറച്ചാൽ -4. അപ്പോൾ a² കിട്ടിയില്ലേ? നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് a² - a
പ്ലസ് ഐ 0 എന്ന് തെളിയിക്കണം അല്ലേ. എ സ്ക്വയർ മൈനസ് എ പ്ലസ് 2i 0 എന്ന് തെളിയിക്കണം. എല്ലാം അറിയാലോ മക്കളെ. ഇട്ട് കൊടുത്തേ. എ സ്ക്വയർ ഇപ്പോൾ കണ്ടുപിടിച്ചു. 1 മൈനസ് 2 4 മൈനസ് 4 മൈനസ് എ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ 3 മൈനസ് 2 4 മൈനസ് 2 പ്ലസ് 2i എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2i എന്ന് പറയുമ്പോൾ നീക്കി വെക്കുവാണ്. ഓക്കെ, 2i എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 0 0 2 എല്ലാം കൂടെ ആഡ് ചെയ്തേടാ. 1 മൈനസ് 3 1ൽ നിന്ന് മൈനസ് 3 കുറച്ചാൽ -2 -2 പ്ലസ് 2 0. സോ ഇത് 0 -2 മൈനസ് 2 അപ്പോൾ എത്ര വരും? -2 പ്ലസ് 2 എന്ന് വരും. പ്ലസ് 0 അത് 0. ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. 4 മൈനസ് 4 0 പ്ലസ് 0 0 -4 മൈനസ് -2 അപ്പോൾ എത്ര വരും? -4 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ -2 -2 പ്ലസ് 2 കൂടെ ആഡ് ചെയ്താൽ 0. സോ ഇതെല്ലാം ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദെയർഫോർ ഹെൻസ് പ്രൂവ്ഡ് മതി. ഹെൻസ് പ്രൂവ്ഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻ്റ് ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് എടുക്കുക. x ഇൻറ്റു 2 2x മൈനസ് 18 ഇൻറ്റു 2 36 ഈക്വൽ ടു 0. സോ 2x ഈക്വൽ ടു 36 എന്ന് കിട്ടും. അപ്പോൾ x ഇസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ആൻസർ 18 ആണ്, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ഏരിയ ഈസ് 4 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് വെർട്ടിസസ് ആർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 4 എന്നാണ് തന്നിരിക്കുന്നത് മക്കളെ. അപ്പോൾ നമ്മളത് പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതാൻ മറക്കരുത്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1. x1 എന്ന് പറഞ്ഞാൽ k01 ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. x2 y2 1 401. നെക്സ്റ്റ് 021 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ആ 1/2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 2 ആകും. സോ അത് 8 ആകും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ k ഇൻറ്റു, നമുക്കറിയാലോ ഡിറ്റർമിനൻ്റ് എടുക്കാൻ, k ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 1 ഇൻറ്റു 0 0 0 മൈനസ് 2 -2 മൈനസ് 0 ഇൻറ്റു എന്ത് വന്നാലും 0 തന്നെയാണ്. സോ അത് 0 പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 4 ഇൻറ്റു 2 8 8 മൈനസ് 0 8 തന്നെ. സിക്കൽ ടു പ്ലസ് ഓർ മൈനസ് 8 എന്ന് ഇവിടെ കിട്ടും. ഈ -2 ഇൻറ്റു k -2k പ്ലസ് 8 സിക്കൽ ടു പ്ലസ് ഓർ മൈനസ് 8 എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ 2 ടേംസ് അതിനകത്ത് വരും. -2k പ്ലസ് 8 ഈക്വൽ ടു 8ഉം -2k പ്ലസ് 8 സിക്കൽ ടു -8ഉം വരും. അപ്പോൾ ഇവിടുന്ന് -2k എന്ന് പറയുമ്പോൾ ഈ പ്ലസ് 8 അപ്പുറത്ത് പോകുമ്പോൾ -8 അല്ലേ, അപ്പോൾ 0. ഇവിടെ -2k എന്ന് പറയുമ്പോൾ ഇവിടെ -8 അപ്പുറത്തേക്ക് പ്ലസ് 8 അപ്പുറത്ത് പോകുമ്പോൾ -8 ആകും. -16 മൈനസും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എന്താ കിട്ടും നമുക്ക്? ഫസ്റ്റത്തിനകത്ത് നിന്ന് ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ 0/-2. അപ്പോൾ k ഈക്വൽ ടു 0 എന്നും കിട്ടും. ഇവിടുന്ന് 2k ഈക്വൽ ടു 16 ആണെങ്കിൽ k ഈക്വൽ ടു 16/2 എത്ര കിട്ടും? 16/2 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? k ഈക്വൽ ടു 0 എന്നും k ഈക്വൽ ടു 8 എന്ന് കിട്ടും. 2 വാല്യൂസ് കിട്ടും. ചില കുട്ടികൾ പ്ലസ് ഓർ മൈനസ് ഇടാൻ മറന്നുപോയി കാണും. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ചിലപ്പോൾ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. പക്ഷെ നമ്മൾ ഫൈനൽ ആൻസറിൽ ഏരിയ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. പക്ഷേ കെയുടെ വാല്യൂ 2 എണ്ണം വരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കം തന്നെ ഈ ഒരു സംഭവം ഇടാൻ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിക്കാണും. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി എന്നാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറേ ചെയ്താണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ൽ കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പോൾ 2നേക്കാൾ ചെറുത് വരുമ്പോൾ x2, 2നേക്കാൾ വലുത് വരുമ്പോൾ 2k അല്ലേടാ. 2നേക്കാൾ ചെറുത് വരുമ്പോൾ x2, 2നേക്കാൾ വലുത് വരുമ്പോൾ 2k. ഓക്കെ, അപ്പോൾ നമുക്കറിയാം LHL ഈക്വൽ ടു RHL, കാരണം കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. LHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് f ഓഫ് x എന്ന് പറയുമ്പോൾ 2 മൈനസ് ലെഫ്റ്റ് സൈഡിൽ x2, ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് റൈറ്റ് സൈഡിൽ 2k. സോ ഇവിടെ 2 കൊടുക്കുക. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k. ഇവിടെ 2 കൊടുക്കാൻ x ഇല്ലല്ലോ. സോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 2k തന്നെ എഴുതുക. അപ്പോൾ 4 ഇസ് ഈക്വൽ ടു 2k. ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ 4/2 എന്ന് പറയുമ്പോൾ 2k കിട്ടും. സോ അതിൽ നിന്ന് k എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? k എന്ന് പറയുമ്പോൾ 2 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ കെയുടെ വാല്യൂ 2 ആണ് ആൻസർ. സിമ്പിൾ 3 മാർക്കിൻ്റെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അഞ്ചാമത്തെ ഏരിയ ഓഫ് ഡെറിവേറ്റീവ്സ് ആയിരുന്നു. ഏരിയാസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആയിരുന്നു.
ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഏരിയ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr². അപ്പോൾ ഇവിടെ dA/dt ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇസ് റേഡിയസ്. അപ്പോൾ dA/dt അല്ല, dA/dr. പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് 2r. അപ്പോൾ dA/dr അറ്റ് റേഡിയസ് 3 ആകുമ്പോഴുള്ള ചേഞ്ച് ആണ്. അറ്റ് റേഡിയസ് ഈക്വൽ ടു 3. സോ ഇവിടെ പൈ ഇൻറ്റു 2 ഇൻറ്റു ആറിന് പകരം 3 ഇട്ട് കൊടുക്കുക. 6 പൈ എന്ന് കിട്ടും. യൂണിറ്റ് cm²/cm. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്രീസിങ് ആണെന്ന് തെളിയിക്കാനാണ്. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ. അതും ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. f(x) വന്നിട്ടുണ്ട് x³ പ്ലസ് എക്സ് എന്നായിരുന്നു. x³ പ്ലസ് എക്സ് അല്ലേടാ, x³ പ്ലസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ f'(x) ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ ഇത് 3x² പ്ലസ് 1 എന്ന് വരും അല്ലേടാ, 3x² പ്ലസ് 1. മക്കളെ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും x² എന്ന് പറയുന്ന ടേമിനകത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താലും അത് പോസിറ്റീവ് ആകത്തില്ലേ? 0 ഇട്ട് കൊടുത്താൽ 0 ആകും. ഓക്കെ, പക്ഷെ ഇവിടെ +1 ഉള്ളിടത്തോളം കാലം ഇത് എപ്പോഴെങ്കിലും നെഗറ്റീവോ 0യോ കിട്ടുമോ? ഈ ടേം എപ്പോഴെങ്കിലും നെഗറ്റീവോ 0യോ കിട്ടുമോ? എടാ, ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുത്തില്ലേ? നെഗറ്റീവ് ഏത് നമ്പർ വേണം നിങ്ങൾ ഇട്ട് കൊടുത്തോ, അവനെ പോസിറ്റീവ് ആക്കും നമ്മുടെ x². പോസിറ്റീവ് വാല്യൂ എന്ത് വേണം ഇട്ട് കൊടുത്തോ, പോസിറ്റീവ് വാല്യൂ കിട്ടും. 0 ഇട്ട് കൊടുത്തോ, അപ്പോൾ ഇത് മൊത്തം 0 ആകും. പക്ഷേ +1 ഉള്ളിടത്തോളം കാലം ഇതെപ്പോഴും നമുക്ക് പോസിറ്റീവേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ക്ലിയർലി f'(x) ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദെയർഫോർ f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r. ഈ f'(x) ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിൻ്റെ ആ ഒരു ടേമിനാണ് മാർക്ക് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. സോ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്, ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഇത് നമുക്കറിയാം, ഇത് സയൻസ് കുട്ടികൾക്ക് വന്നതാണ്. e⁻f(x) പ്ലസ് f'(x) വരുവാണെങ്കിൽ e⁻f(x) തന്നെയാണ്, ഡയറക്റ്റ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഡി ആണ്. ഇത് 1/1 + x² നമ്മൾ tan ഇൻവേഴ്സ് x ആണ്. സോ ഒന്നാമത്തെ ബി ആണ്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്. ഇതിന് 3 മാർക്കായിരുന്നു ഇവിടെ. ഡയറക്റ്റ് 3 മാർക്ക് വെറുതെ മാച്ച് ദ ഫോളോയിങ്ങിലൂടെ തന്നെ കിട്ടുമായിരുന്നു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 0 to a f(x) dx എന്താണെന്നാണ് ചോദിച്ചത്. സോ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് മക്കളെ. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ്റഗ്രൽ 0 to a f(x) dx എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 to a f(a-x) എന്ന് എഴുതാം. ആ പ്രോപ്പർട്ടി വെച്ചാണ് രണ്ടാമത്തെ ആൻസർ എഴുതേണ്ടത്. സോ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ i = എന്ന് ഇതിനെ എടുത്ത് എഴുതുക. i = ഇൻ്റഗ്രൽ 0 to a √x by √x പ്ലസ് √a-x dx. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഉള്ളിടത്തെല്ലാം നമുക്ക് a-x എഴുതാം. എക്സ് ഉള്ളിടത്തെല്ലാം a-x എഴുതാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to a റൂട്ട് ഇവിടെ a-x ബൈ ഇവിടെ താഴത്ത് √a-x പ്ലസ് ഇവിടെ √a- ഇവിടെ എക്സിന് പകരം എക്സ് ഉള്ളിടത്തെല്ലാം a-x കേട്ടോ. ഇവിടെ a-x dx. നമുക്കിവിടെ ഇൻ്റഗ്രൽ 0 to a ഇതിപ്പോൾ √a-x ബൈ ഇവിടെ √a-x. ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ എയും മൈനസേയും കട്ട് ചെയ്ത് പോകത്തില്ലേ? ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ +x ആകത്തില്ലേ? സോ ഇത് പ്ലസ് √x. മനസ്സിലായല്ലോ മക്കളെ? ഇത് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. √a-x എന്നാണ്. സോ അത് √a- ഉള്ളിലേക്ക് എടുക്കുമ്പോൾ -a+x എന്ന് വരും. അങ്ങനെ കട്ട് ചെയ്ത് അത് √x എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അതാണ് ഞാനിവിടെ എഴുതിയത് കേട്ടോ. സ്റ്റെപ്പ് ചുരുക്കാൻ നമുക്ക്. ഇപ്പോൾ ഇത് i ആണ്. സോ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്യാലോ. സോ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? i + i 2i. റൈറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ മക്കളെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? √x പ്ലസ് √a-x ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് ഒറ്റ ഡിനോമിനേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്റർ √x പ്ലസ് √a-x എന്നാണ്. അങ്ങനെയാണ് ന്യൂമറേറ്റർ നമുക്ക് കൂട്ടാമല്ലോ. √x പ്ലസ് √a-x.
റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഇവിടെ ഡി എക്സ് ഒരേ ടൈം തന്നെയാണ്, വെട്ടിക്കളയാൻ 1 കിട്ടും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 ടു എ 1 ഡി എക്സ് എന്ന് കിട്ടും. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് അല്ലേടാ, എക്സ് 0 ടു എ ആണ്, എ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, 0 ആവും. അപ്പോൾ ഇത് 2i എന്ന് പറയുന്നത് എ കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് ഐ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഐ ഇസ് ഈക്വൽ ടു a/2 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ. സോ ഐ എന്ന് പറയുന്നത് a/2 ആണ്. സിമ്പിളായിട്ട് ഡയറക്റ്റ് ആൻസർ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എയും പി ഓഫ് ബി എന്നതിലുണ്ട്. എ പാർട്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ക്വസ്റ്റ്യന് ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നാണ്. ഇത് എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാനേ ഉള്ളൂ. ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പി ഓഫ് എ 0.3 ഇൻറ്റു 0.4. സോ ഇത് 0.12 എന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബി പാർട്ട് പി ഓഫ് എ യൂണിയൻ ബി ആണ്. സോ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. പി ഓഫ് എ എന്ന് പറയുമ്പോൾ 0.3 പ്ലസ് പി ഓഫ് ബി 0.4 മൈനസ് 0.12 ആണ്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, അടിച്ചു കൊടുക്കുക. 0.3 പ്ലസ് 0.4 മൈനസ് 0.12. സോ ആൻസർ 0.58. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 0.12 ബൈ പി ഓഫ് ബി 0.4. സോ അത് 0.3 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഓക്കെ 0.58 തന്നെയാണോ ജസ്റ്റ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് 3 കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് കിട്ടും. ഇതായിരുന്നു ഫസ്റ്റ് സെഷനിലെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. വെറും നമ്മളൊരു 10-15 മിനിറ്റ് കൊണ്ട്, ഒരു 15 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 8 എണ്ണവും. അടുത്ത 9ാമത്തെ സെക്കൻഡ് സെഷനിലേക്ക് കിടക്കുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് അമംഗ് ദ ഓർഡേർഡ് പെയർ ഈസ് ആഡഡ്. ഈ റിലേഷനകത്ത് എന്ത് ആഡ് ചെയ്താലാണ് അത് റിഫ്ലെക്സീവ് ആകുന്നത്? അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 1 കാണണം, 2 2 കാണണം, 3 3 നിർബന്ധമായിട്ടും കാണണം റിഫ്ലെക്സീവ് ആണെങ്കിൽ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, പക്ഷേ 3 3 ഉണ്ടോ? ഇല്ല. ആൻസർ 3 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതാണ് 1 1 എന്നാണ് ചോദിച്ചത് മക്കളെ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ 1 1 ഞാൻ രാവിലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് വരയ്ക്കുവാണെങ്കിൽ അത് 1 1 ആണോ? അല്ല, കാരണം 2 പോയിന്റ് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് 1 1 അല്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, യെസ്, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ പോകുന്ന ഗ്രാഫാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ എന്താണ്, ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ആൻസർ. സോ ഇതാണ് 1 1. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വി പോലെ ഇരിക്കും. അതിനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ 2 പോയിന്റ് ടച്ച് ചെയ്യും, അത് 1 1 അല്ല. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇരിക്കും, അതും ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ടച്ച് ചെയ്യും, അത് 1 1 അല്ല. സോ ആൻസർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 2 ഉണ്ടായിരുന്നു. അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആരോ ഡയഗ്രം വരച്ചിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇത് 1 1 ആണോ ഓൺ 2 ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ്. കാണുമ്പോഴേ നമുക്കറിയാം 4നും 5നും രണ്ട് പേർക്കും ഒരേ ഇമേജ് ആണ്. അതുകൊണ്ട് 1 1 ആണോ? അല്ല. അപ്പോൾ എ പാർട്ട് എന്ത് എഴുതാം? 4 and 5 have same images. Therefore, F is not 1 1. എഫ് 1 1 അല്ല എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്ന ഓൺ 2 ആണോ എന്നാണ്. അല്ല, കാരണം 9 എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ 9 doesn't have any pre-images in A. 9 എയിൽ ഒരു പ്രീ ഇമേജ് ഇല്ല എന്ന് എഴുതി വെച്ചാൽ മതി. 2 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നമുക്കറിയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ നമുക്കറിയാവുന്ന സംഭവമാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 പൈ ആണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അതാണ് അവിടെ ഇൻ്റർവെല്ലിൽ മാറ്റി ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ 0, പൈ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. 2ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് 1/√3 അല്ലേ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് 1/√3.
അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറയുമ്പോൾ മക്കളെ 30 അല്ലേ എന്ന് പറയാം, π/6 വരും. കോസ് ഇൻവേഴ്സ് 1/2, കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത്, കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് π/6 തന്നെ അല്ലേ. സോ π/6ഉം π/6 ആടുമ്പോൾ 2π/6 അതുമ്പോൾ π/3 60 കിട്ടും അല്ലേ. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അടിച്ചു കൊടുത്താലും മതി. ടാൻ ഇൻവേഴ്സ് ഷിഫ്റ്റ് ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് അടിച്ചു കൊടുക്കുക. 1/√3 എന്ന് അടിച്ചു കൊടുത്തവർക്കും അങ്ങനെ തന്നെ കിട്ടിക്കാണും. നോക്കട്ടെ, അങ്ങനെ അടിച്ചു കൊടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട്, ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് 1/2 90 എന്നാണ്. അപ്പം നമ്മളിവിടെ എവിടെ എത്തിയിട്ടുണ്ടല്ലോ, കോസ് ടാൻ ഇൻവേഴ്സ് 1/√3, ടാൻ്റെ വാല്യൂ 1/√3 കിട്ടുന്നത് 30 π/6 ആണ്. കോസ് ഇൻവേഴ്സ് കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നതും π/6 അല്ലേടാ. ടാൻ ഇൻവേഴ്സ് 90 ആണല്ലോ കിട്ടേണ്ടത്. എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് നോക്കട്ടെ മക്കളെ. ടാൻ്റെ വാല്യൂ 1/√3 അല്ലേ, 0. നമ്മൾ വാല്യൂ എഴുതുമ്പോൾ സോ ടാൻ്റെ വാല്യൂ ഇത് 30ആണിത്, 30 ഡിഗ്രി. കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത്, ഓ മക്കളെ കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് ഞാനവിടെ π/6 എഴുതി, π/3 ആയിരുന്നേ. അപ്പോൾ ഇവിടെ ഇത് π/6ഉം ഇത് π/3യും. അപ്പോൾ ഇത് 30 ഡിഗ്രിയിലും മക്കളെ, ഇത് 30 ഡിഗ്രിയും പ്ലസ് ഇത് 60 ഡിഗ്രിയുമാണ്. സോ അതുകൊണ്ടാണ് 90 ഡിഗ്രി വന്നത്. ഞാനിവിടെ π/6 എന്ന് തന്നെ എഴുതിയത്. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ π/6 പ്ലസ് 2π/6 എന്ന് കിട്ടും. സോ ഇത് 3π/6 എന്ന് കിട്ടും. കട്ട് ചെയ്ത് കളയുമ്പോൾ π/2. ഓക്കെ, ഒന്നെങ്കിൽ π/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ, ഞാനിപ്പോൾ അടിച്ചു കൊടുത്തില്ലേ, അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 90 എന്ന് കിട്ടും. അങ്ങനെ എഴുതാം കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇത് സിമ്പിൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുവാണ്. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൻ്റെ യൂസോടുകൂടി ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരം ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് 2 cos 2 ഇൻറ്റു മക്കളെ സൈൻ ഇൻവേഴ്സ് 1/2 കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ടേബിൾ എഴുതി ചെയ്യുകയോ ചെയ്യുക. സൈൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് 30 അപ്പോൾ ഇത് 2 × 30. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 2 cos 60 എന്ന് വരും. cos 60ൻ്റെ വാല്യൂ നമുക്കറിയാലോ, ടാൻ ഇൻവേഴ്സ് 2 × cos 60 1/2 ആണ്. സോ 2 × 2 കട്ട് ചെയ്ത് കളയാം, ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വെരിഫൈ ചെയ്യാനാണ്. ഇത് A+A ട്രാൻസ്പോസ്. അപ്പോൾ ഇത് A എന്ന് പറഞ്ഞാൽ 1 3 4 5, A ട്രാൻസ്പോസ് എഴുതി വയ്ക്കുക 1 4 3 5. ഓക്കെ, A+A ട്രാൻസ്പോസ് സിമ്മെട്രിക് ആണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ A+A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അത് തമ്മിൽ കൂട്ടിക്കിടാം, എത്ര കിട്ടും? 1 1 2 4 3 7 4 3 7 5 5 10. ഓക്കെ, അപ്പോൾ ഇത് സിമ്മെട്രിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ മക്കളെ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. ഒന്നുകൂടെ A+A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. എന്ത് തന്നെ കിട്ടും? 2 7 7 10 തന്നെ കിട്ടും. അപ്പോൾ എന്ത് പറയാം, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് സിമ്മെട്രിക് ആണ്. നമുക്ക് എന്ത് പറയാം, therefore A+A ട്രാൻസ്പോസ് ഈസ് സിമ്മെട്രിക് എന്ന് കിട്ടി. അടുത്ത് A-A ട്രാൻസ്പോസ് Q സിമ്മെട്രിക് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ A-A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചേടാം. 1 1 കുറച്ചാൽ 0, 3 4 കുറച്ചാൽ -1 1 0. A-A ട്രാൻസ്പോസും അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. A-A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്, സോ അത് 0 1 -1 0. ഇനി -A മൈനസ് ഓഫ് ഒറിജിനൽ A ട്രാൻസ്പോസ് -A എന്ന് കിട്ടണ്ടേ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് നോക്കുന്നു. അപ്പോൾ ഇത് തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റാണെന്ന് പറയാം. ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 0 1 -1 0. നോക്കിക്കണം മക്കളെ, ഇതും സെയിം തന്നെയല്ലേ? എന്ത് പറയാം? എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ദെയർഫോർ ഇത്രേ ഉള്ളൂ. ഒരു സാധനത്തിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. 3 മാർക്കുണ്ട്. സോ നിങ്ങളുടെ രീതിയിൽ എഴുതി കാണുമെങ്കിൽ അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ഇത് സിമെട്രിക് ആണെന്നും സ്ക്യൂ സിമെട്രിക് ആണെന്നും എക്സ്പ്രസ് ചെയ്യുക. മക്കളെ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് പിയും ക്യൂവും കണ്ടുപിടിച്ചിട്ട് നമുക്ക് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. ഇതിങ്ങനെ ചെയ്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണും. സാധാ രീതിയിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച ശേഷം പി കണ്ടുപിടിച്ചാണ് നിങ്ങൾ. പി ഈസ് ഈക്വൽ ടു ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താടാ? 2 7 7 10. സോ അതുകൊണ്ട് പി ഈസ് സിമെട്രിക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, മാർക്കാണ് കേട്ടോ. ഇതൊരു സിമെട്രിക് ആണ്. അതേപോലെ ക്യൂ എന്ന് പറയുന്നത് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. സോ ഇത് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 0 -1 1 0 0 -1 1 0. Therefore Q is skew symmetric. ഇങ്ങനെയാണ് എഴുതിയിരിക്കണമെങ്കിൽ മാർക്ക് കിട്ടിക്കോളും കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ചിലവർ ഇങ്ങനെ എഴുതി കാണും, അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മാർക്കാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് എ എന്ന് പറയുന്നതിന് സ്ക്യൂ സിമെട്രിക്കിന് സിമെട്രിക്കിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ്. സോ പി പ്ലസ് ക്യൂ എടുത്താൽ മതി. അത് എ കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ കഴിഞ്ഞു. പി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പി, ഇതാണ് ക്യൂ. രണ്ടിനകത്തുനിന്നും ഹാഫ് കോമൺ ആയിട്ട് എടുക്കുന്നു. സോ അത് തമ്മിൽ ആഡ് ചെയ്തേ. 2 0 2, 7 -1 6, 7 1 8, 10 0 10. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1 3 4 5. സോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയില്ലേ? 1 3 4 5 കിട്ടി. ഇസിക്കൽ ടു എ. ഇത്രേ ഉള്ളൂ. ഹെൻസ് പ്രൂവ് ചെയ്തു നമ്മൾ. ഓക്കെ, എക്സ്പ്രസ് ചെയ്തു. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3 ആണ്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ മക്കളെ ഇതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ, പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമം ഓഫ് ദി ഫംഗ്ഷൻസ് ഇഫ് എനി. പോയിന്റ്സ് കണ്ടുപിടിക്കണം. സോ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഓൾസോ ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം വാല്യൂ, ലോക്കൽ മിനിമം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് അവിടെ കണ്ടുപിടിക്കണം. എവിടെയാണ് മാക്സിമം എവിടെയാണ് മിനിമം വരുന്നത് നോക്കണം. 3 മാർക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3x² മൈനസ് 3 ഈക്വൽ ടു 0. ഇവിടെ 3x² ഇസ് ഈക്വൽ ടു 3, x² ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു √1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 കിട്ടി. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം -1ഉം 1ഉം കിട്ടി. അപ്പോൾ -1ലോ 1ലോ ആണ് നമ്മുടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഒക്കർ ചെയ്യുന്നത്. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്തേ. ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 6x വരും അല്ലേ? സോ 6x എന്ന് കിട്ടും. 3x² ഡെറിവേറ്റീവ് 6x. ഓക്കെ, ഇനി അറ്റ് -1ൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1ൽ നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു -1ൽ എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 -6 കിട്ടി. നെഗറ്റീവ് അല്ലേ? ലെസ് ദാൻ 0 അല്ലേ? ലെസ് ദാൻ 0 നെഗറ്റീവാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ മാക്സിമം ആണ് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാം അറ്റ് 1ൽ അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 6 × 1 എന്ന് പറഞ്ഞാൽ 6 തന്നെ അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അവിടെ മിനിമം ആണ്. പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് എന്താടാ? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3. എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 3 ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എഫ് ഓഫ് -1 ഇട്ട് കൊടുക്കുക. സോ -1 ക്യൂബ് മൈനസ് 3 × -1 പ്ലസ് 3. അപ്പോൾ ഇത് -1 പ്ലസ് 3 പ്ലസ് 3 അല്ലേ? -1 പ്ലസ് 3 പ്ലസ് 3. ഓക്കെ, 3 3 6, 6 എന്ന് കുറച്ചാൽ 5 കിട്ടും. സോ ഇതാണ് നമ്മുടെ
മാക്സിമം പോയിന്റ്. പോയിന്റ് ഓഫ് മാക്സിമം എന്ന് പറയുമ്പോൾ -1ഉം മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ 5ഉം. ഓക്കെ അല്ലേ? -1ന്റെ ക്യൂബ് -1 -+3 ഓക്കെ 3 5. Therefore the maximum value is 5 at x is equal to -1. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും f(1) ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 1 ക്യൂബ് -3 × 1 +3. സോ ഇത് 1 -3 +3 എന്ന് വരും. -3 +3 കട്ട് ചെയ്ത് കളയാം. സോ 1 കിട്ടും. Therefore the minimum value is 1 at x is equal to 1. മിനിമം വാല്യൂ 1 ആണ് at x equal to 1 എന്ന് കറക്റ്റായിട്ട് കിട്ടിക്കോളും. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി ലൈൻ. അതാണ് ചോദിച്ചിരിക്കുന്നത്, ഡയറക്ഷൻ കൊസൈൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് എ എന്നെടുക്കാം, 3 5 -4. രണ്ടാമത്തെ പോയിന്റ് ബി എന്നെടുക്കാം, -1 1 2. ഇവിടെ എ ബി കണ്ടുപിടിക്കുക. വെക്ടർ എ ബി എന്ന് പറയുമ്പോൾ -1 -1 -3. ഇത് -1 -3 -4i 1 -5. ഇത് -4j 2 - അപ്പോൾ +6k. ഓക്കെ അല്ലേ? -1 -3 -4 1 -5 -4. ഓക്കെ, ഇതാണ് എ ബി. അപ്പോൾ ഇതിൻ്റെ മോഡ് എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോഡ് എ ബി റൂട്ട് ഓഫ് -4 സ്ക്വയർ 16 + 16 + 36 16 16 36 റൂട്ട് 72 എന്ന് കിട്ടും അല്ലേ? 16 16 36 36 72. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ഷൻ കൊസൈൻസ് ആണ് ചോദിച്ചത്. സോ ഡയറക്ഷൻ കൊസൈൻസ് ആർ സിമ്പിളായിട്ട് എഴുതാം, -4/√72. റൂട്ട് 72 ചെറുതാക്കില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ -4/√72, 6/√72 എന്ന് കിട്ടും ഡയറക്ഷൻ കൊസൈൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് എ എന്നെടുക്കാം. എ എന്ന് പറയുന്ന വെക്റ്റർ 1 2 3 അല്ലേ? അപ്പോൾ i + 2j + 3k. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വെക്ടറിനെ എടുക്കാം, 3i + 2j - 2k. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. 3i + 2j - 2k. 3i + 2j - 2k. അപ്പോൾ നമുക്ക് വെക്ടർ ഇക്വേഷൻ ആദ്യം എഴുതാം. വെക്ടർ ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? 2 മാർക്കാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ചിലർ വെക്ടർ ഇക്വേഷൻ ആക്കി എഴുതിയിരിക്കുന്നത്. വെക്ടർ ഇക്വേഷൻ r = a + λb. സോ ഇവിടെ r = a എന്ന് പറയുമ്പോൾ i + 2j + 3k + λ × 3i + 2j - 2k. കാർട്ടീഷ്യൻ ഇക്വേഷൻ അവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾ എഴുതിയിരിക്കുന്നത്. വെക്ടർ ഇക്വേഷൻ എഴുതിയാലോ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതിയാലോ നിങ്ങൾക്ക് മാർക്കാണ്. രണ്ടും എഴുതിയാലും മാർക്കാണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ x - 1/3 = y - 2/2 = z - 3/-2 എന്ന് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്, പോകത്തില്ല കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ബേസ് തിയറത്തിൽ നിന്നാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോക്സ് 1-നകത്ത് ബ്ലാക്ക്. ഓക്കെ, ബോക്സ് 1-നകത്ത് ബ്ലാക്ക് 3 എണ്ണം ഉണ്ട്. 3 ബ്ലാക്ക് ഉണ്ട്, 3 ബ്ലാക്ക് ഉണ്ട്, 4 വൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ്. രണ്ടാമത്തെ ബോക്സിൽ 2 ബ്ലാക്ക് ഉണ്ട്, 2 വൈറ്റ് ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ എ ബോക്സ് ഈസ്, ഏതോ ഒരു ബോക്സ് സെലക്ട് ചെയ്തു, അതിനകത്ത് കളർ ബ്ലാക്ക് ആണ്. അത് സെക്കൻഡ് ബോക്സിൽ നിന്നുള്ള പ്രോബിലിറ്റി. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? E1 എന്ന് പറയുന്നത് ബാഗാണ്, ബോക്സ് ആണ്? ബോക്സ് 1. E2 ബോക്സ് 2 എന്ന് എടുക്കാം. എ എന്ന് പറയുന്ന ഇവന്റ് ബ്ലാക്ക് എന്നുള്ളതാണ് ഇവന്റ്. സോ അതങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ P(E1) എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ബോക്സ് ആണുള്ളത്. സോ 1/2. P(E2) എന്ന് പറയുന്നത് എന്ത് വരും? 2 ബോക്സ് ആണ്. സോ 1/2. P(A)(E1) എന്ത് വരും മക്കളെ? എ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. ഫസ്റ്റ് ബോക്സിലെ ബ്ലാക്കിൻ്റെ എണ്ണം. ഫസ്റ്റ് ബോക്സിലെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 3/7 അല്ലേ? 3/7. സെക്കൻഡ് ബോക്സിലെ ബ്ലാക്കിൻ്റെ എണ്ണം P(A)(E2).
സെക്കൻഡ് ബോക്സിലെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബോക്സിൽ ബ്ലാക്ക് 2 ടോട്ടൽ 4 സോ 2/4 എല്ലാം കൂടെ നമ്മൾ ബേസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാം. പി ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ഗിവൺ തന്നിട്ടുണ്ട്. ഗിവൺ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ആണുള്ള പ്രോബിലിറ്റി. സോ നമ്മുടെ ഇക്വേഷൻ പി ഓഫ് E2 ഇൻറ്റു ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്യിപ്പിച്ച അതേ മോഡൽ, രാവിലെ ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സാമിന് രാവിലെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് സയൻസ് കുട്ടികൾക്കും വന്നിരിക്കുന്നത്, കൊമേഴ്സ് കുട്ടികൾക്കും വന്നിരിക്കുന്നത്. 4 മാർക്ക് സിമ്പിളായിട്ട് ആ രാവിലത്തെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ എല്ലാ കുട്ടികൾക്കും 4 മാർക്കല്ല 7 മാർക്ക്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഗിവൺ E2 ബൈ അടുത്ത പി ഓഫ് E1. മക്കളെ ഇതേപോലെയാണ് നമുക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ പഠിച്ച് സെറ്റാക്കണം. പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 നേരെ ഇട്ട് കൊടുത്തേടാ. പി ഓഫ് E2 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 2/4 ബൈ E1 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 3/7 പ്ലസ് 1/2 ഇൻറ്റു 2/4. ഡയറക്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക മക്കളെ. എന്ത് കിട്ടിയെന്ന് നോക്കിയേ. ബ്രാക്കറ്റ് ഇടുക. 1/2 രാവിലെ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ പഠിപ്പിച്ചതും കൂടിയാണ്. 1/2 ഇൻറ്റു 2/4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡർ ബൈ അടിക്കുക. ഒരു ബ്രാക്കറ്റിനകത്ത് 1/2 ഇൻറ്റു 3/7 പ്ലസ് 1/2 ഇൻറ്റു 2/4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ ടു അടിക്കുക. 7/13 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. കിട്ടിയോ മക്കളെ? 7/13 എന്ന ആൻസർ കിട്ടിയോ? 7/13 എന്ന ആൻസർ കിട്ടിക്കാണും. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡർ റീജിയൻ ഇൻ ദ സർക്കിൾ x² + y² = 4 എന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഷെയ്ഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമാണ് 0 to 2. സോ ഇവിടെ y = എന്ത് കിട്ടും? √4 - x² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. ഇൻ്റഗ്രൽ 0 to a y dx. ഇവിടെ ഇൻ്റഗ്രൽ 0 to 2y എന്ന് പറയുമ്പോൾ √4 - x² dx എന്നാണ്. അപ്പോൾ ഇവിടെ x/2 ഇൻറ്റു √4 - x² പ്ലസ് a² 4 അല്ലേടാ. a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. x/a എന്ന് പറഞ്ഞാൽ 2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 0 ആകും. സോ ഈ ടേം മാത്രം എഴുതിയാൽ മതി. സോ നമുക്ക് 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2/2 എന്ന് വരും. 4/2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സോ ഇത് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/2. സോ ആൻസർ π² യൂണിറ്റ്സ് എന്ന് കിട്ടും. π² യൂണിറ്റ്സ്. ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ല, കാരണം മൊത്തം സർക്കിളിൻ്റെ അല്ല, ആ ഒരു ക്വാഡ്രൻറ്റിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ π എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി 4 കൊണ്ട് ഇൻറ്റു ചെയ്താലും അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പായ ഈ ഒരു സ്റ്റെപ്പ് വരെയുള്ള ഫുൾ മാർക്ക് 4 മാർക്ക് കിട്ടിക്കോളും കേട്ടോ. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്. ഓർഡർ 1 ഡയറക്റ്റ്, ഡിഗ്രി 1 അല്ലേ. ഓർഡർ 1 ആണ്, ഡിഗ്രി 1 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് എബോവ് ഡിഫറൻസ് ഇക്വേഷൻ ആണ്. സോ dy/dx 3 മാർക്ക് സിമ്പിളാണ് കേട്ടോ. dy/dx = cos x എന്ന് എഴുതാമല്ലോ. -cos x അപ്പുറത്ത് പോകുമ്പോൾ +cos x. അപ്പോൾ dy = dx അപ്പുറത്തേക്ക് പോകുമ്പോൾ cos x × dx. എന്ത് എളുപ്പമാണെന്ന് നോക്കിയടാ. വേരിയബിൾ സെപ്പറബിൾ ആണ് ചോദിച്ചത്. ഇവിടെ എന്ത് വരും? y = cos x ഇൻ്റഗ്രൽ sin x + c. ഇവിടെ 3 മാർക്കിൻ്റെ 4 മാർക്ക് എന്ത് എളുപ്പം കിട്ടിയെന്ന് നോക്കിയടാ. y = ഇത്ര എളുപ്പമായിരുന്നു. dy = cos x dx, y cos x ഇൻ്റഗ്രൽ sin x + c. -sin x അല്ല, cos x ഇൻ്റഗ്രൽ ആണ് കേട്ടോ. sin x + c. നെക്സ്റ്റ് 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതും ചോദിച്ചത്. ഫൈൻഡ് അഡ്ജ് ചെയ്യാനാണ് ചോദിച്ചത് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് അഡ്ജ് ചെയ്യാണ്. സോ സിമ്പിളായിട്ട് കിട്ടിക്കാണുമല്ലോ മക്കളെ. അഡ്ജ് ചെയ്യേ. ഓക്കെ,
അഡ്ജി എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ എ തന്നിട്ടുണ്ടല്ലേ. എ എന്ന് പറഞ്ഞാൽ 1 2 2 3. സോ അഡ്ജിയെ കണ്ടുപിടിക്കാൻ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഡ്ജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഡ്ജി കണ്ടുപിടിക്കാൻ ട്രിക്ക് നമുക്കറിയാലോ. ഇവൻ്റെ സൈൻ മാറ്റുക, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അപ്പോൾ എന്താകും? 3 ഇവിടെ വരും, 1 ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ഇവൻ്റെ സൈൻ ആക്കുക, -2 -2. ഇതാണ് അഡ്ജിയെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 1/determinant A into അഡ്ജി. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് എ എത്ര കിട്ടൂടാ? 3 - 4. സോ -1 വരും ഡിറ്റർമിനൻ്റ് എ, 3 - 4. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് 1/determinant A into അഡ്ജി എ അല്ലേ. അപ്പോൾ ഇവിടെ 1/determinant A -1 അല്ലേ, ഇൻറ്റു അഡ്ജി എ എന്ന് പറയുമ്പോൾ 3 - 2 -2 1. വേണമെങ്കിൽ മൈനസ് കൊണ്ട് അകത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ -3 2 2 -1. വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ -1 കൊണ്ട് അകത്തേക്ക് ഇൻറ്റു ചെയ്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാത്തിനും -1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സെറ്റായി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, കാരണം 2/2 ആണ് ചോദിച്ചത്. അപ്പോൾ അവിടെ എ എടുത്തെഴുതുക. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന സംഭവം തന്നെയാണ് അല്ലേ, 1 2 2 3 യെസ്. എ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, 1 2 2 3. അപ്പോൾ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു ഓൾറെഡി. എ ഇൻവേഴ്സ് വരെ കണ്ടുപിടിച്ചല്ലോ. എക്സ് = 2 ടേമേ ഉള്ളൂ, വേരിയബിളേ ഉള്ളൂ, XY. ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ടേം 5 9. മക്കളുടെ എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എ -1 എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയാൽ മതി, X = A ഇൻവേഴ്സ് B. എക്സ് എന്ന് പറയുമ്പോൾ XY. എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? -3 2 -3 2 2 -1. സോ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 5 9. സോ ഡയറക്റ്റായിട്ട് ഇൻറ്റു ചെയ്യുക, എന്ത് കിട്ടും? -3 × 5 -15 പ്ലസ് 2 × 9 18. അടുത്ത 2 × 5 10 പ്ലസ് -1 × 9 -9. 18 നിന്ന് 15 കുറച്ചാൽ 3, 10 നിന്ന് 9 കുറച്ചാൽ 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? X = 3 Y = 1. കിട്ടിയില്ല മക്കളെ? ഉത്തരം ശരിയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ നമുക്ക് എക്സിനും വൈക്ക് ഇട്ട് കൊടുത്തോ. X 3 Y 1 അല്ലേടാ. X 3 Y 1 നോക്കിയേ, 3 + 2 5 കിട്ടി. X 3 6 ആയില്ലേ. X 3 ഇട്ട് നോക്കുമ്പോൾ 6 ആയി, പ്ലസ് ഇവിടെ 1 6 + 3 9. സോ നമ്മുടെ ഉത്തരം പക്ക കറക്റ്റാണ്. 6 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ dy/dx കണ്ടുപിടിക്കാനാണ്. അതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതല്ലേ. Y = 3x + 1 ഹോൾ റൈസ് ടു 3. dy/dx രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കാൻ dy/dx ആദ്യം ഇവിടെ പവർ റൂൾ അപ്ലൈ ചെയ്യാം. 3 ഫ്രണ്ടിൽ കൊണ്ട് ഇൻറ്റു ചെയ്യാം. 3 × 3x + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു അകത്തെ തന്നെ ഡെറിവേറ്റീവ് 3. അപ്പോൾ ഇത് 9 × 3x + 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വളരെ എളുപ്പമുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് dy/dx കണ്ടുപിടിക്കാനാണ്. X = at² തന്നിട്ടുണ്ട്. Y = 2at. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. dx/dt a × 2t എന്ന് വരും. ഇവിടെ dy/dt 2a കോൺസ്റ്റൻ്റ് ആണ്. 2a × 1 എന്ന് പറഞ്ഞാൽ 2a. അപ്പോൾ dy/dx dy/dt /dx/dt. dy/dt 2a ആണ്. dx/dt a × 2t ആണ്. എയും കട്ട് ചെയ്ത് കളയാം, 2 ും 2 കട്ട് ചെയ്ത് കളയാം. സോ 1/t ആണ് നമ്മുടെ dy/dx. അത് കിട്ടി. നെക്സ്റ്റ് y = തേർഡ് ക്വസ്റ്റ്യൻ. y = 5 cos x plus 3 sin x. 5 cos x plus 3 sin x ആണ്. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട d² + y = 0 എന്നാണ്. ഇവിടെ dy/dx കണ്ടുപിടിക്കുക. -5 sin x + 3 cos x. ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. d²y/dx². -5 cos x
മൈനസ് 3 കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ്. ഇവിടെ നിന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ അത് 5 കോസ് എക്സ് പ്ലസ് 3 സൈൻ എക്സ് എന്ന് കിട്ടും. ഇതല്ലേടാ മക്കളെ നമ്മുടെ വൈ. ക്വസ്റ്റ്യൻ തന്നെയല്ലേ. അപ്പോൾ ഇത് മൈനസ് പുറത്തുണ്ട്, സോ ഇത് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഹെൻസ് പ്രൂവ്ഡ്. ആഹാ, നല്ല സിമ്പിൾ 6 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ 6 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ പ്ലസ് ബി കണ്ടുപിടിക്കാനാണ്. സോ എയും ബിയും തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം എ പ്ലസ് ബി, ഐ പ്ലസ് ഐ 2i, ജെയും മൈനസ് ജെയും കൂടെ കൂട്ടുമ്പോൾ 0, ജെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കെയും കെയും കൂടെ കൂട്ടുമ്പോൾ 2k. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആണ്. സോ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. യൂണിറ്റ് വെക്ടർ ഈ വെക്ടർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതല്ലേടാ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? മോഡ് എ പ്ലസ് ബി എന്ത് വരും? റൂട്ട് 4 + 4. സോ റൂട്ട് 4 + 4 എന്ന് പറയുമ്പോൾ റൂട്ട് 8. അപ്പോൾ ഇതേ ബൈ റൂട്ട് 8 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. ഓക്കെ, ഇനി എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2i പ്ലസ് 0j പ്ലസ് 2k ഡോട്ട് എ മൈനസ് ബി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഐന്ന് ഐ കുറയ്ക്കുമ്പോൾ 0i, ജെയും മൈനസ് ജെയും കൂടെ ജെ മൈനസ് മൈനസ് ജെ, അപ്പം ജെ പ്ലസ് ജെ വരും 2j. കെയിന്ന് കെ കുറയ്ക്കുമ്പോൾ 0k. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 0 ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുക. ഐയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക, ജെയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക, കെയുടെ ടേം തമ്മിൽ ഇൻറ്റു ചെയ്യുക. സോ ഇത് 0 എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം 0 എന്ന് കിട്ടി. അടുത്ത എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ ക്രോസ് എടുക്കാനാണ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ ക്രോസ് എടുക്കുക. സോ ഇവിടെ ഐ ജെ കെ, എ പ്ലസ് ബിയുടെ ടേം 2 0 2, ഇത് 0 2 0. ഓപ്പൺ ആക്കുമ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 0 -4. ഇപ്പോൾ ഇവിടെ -4 വരും. മൈനസ് ജെ ഇൻറ്റു 0 - 0 0. ഓക്കെ, ജെയുടെ ടേം 0 ആകും. പ്ലസ് കെ ഇൻറ്റു 0 അല്ല സോറി 2 4 -0, അപ്പോൾ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -4i -0j പ്ലസ് 4k എന്ന് കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. ഇവിടെ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഫൈനൽ ആൻസർ. സിമ്പിളായിട്ട് 6 മാർക്ക് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മക്കളെ ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുള്ള നിങ്ങൾ എക്സാമിന് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. വേറെ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യം നമുക്കൊരു ബോക്സ് വരയ്ക്കാം. സോ എക്സ് വൈ ഓക്കെ, 2 ബോക്സ് വേണം, 2 ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60ഉം 5x + y ഈക്വൽ ടു 100ഉം അല്ലേടാ. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ. എക്സിന് 0 എടുക്കുമ്പോൾ y 60, വൈക്ക് 0 എടുക്കുമ്പോൾ x 60. എക്സിന് 0 എടുക്കുമ്പോൾ y 100, വൈക്ക് 0 എടുക്കുമ്പോൾ x 20. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരയ്ക്കുക. എക്സ് മാക്സിമം 60 20 വരെയുള്ള അല്ലേ, വൈ ആണ് 100 വരെയുള്ളത്. കുഴപ്പമില്ല. 10 20 30 40 50 60 70 80 90 100. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കായിരുന്നു. 10 20 30 40 50 60 70 80 90 100. 10 20 30 40 50 60 70 80
90 100. ഓക്കെ, 10 20 30 40 50 60 70 80 90 100 10 20 30 40 50 60 70 80 90 100. മക്കളെ നിങ്ങൾ വരയ്ക്കണ പോലെ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ആദ്യം x 60ഉം y 60ഉം. സോ x 60ഉം y 60ഉം ഉള്ള നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകും. എക്സിൻ്റെ 60 കൂടെയും വൈയുടെ 60 കൂടെയും കടന്നു പോകുന്ന ഗ്രാഫാണിത്. ഫസ്റ്റത്തെ ഗ്രാഫിൻ്റെ ഇക്വേഷൻ ഉടനെ എഴുതി വെച്ച് വെക്കുക. എക്സ് പ്ലസ് വൈ സിക്കൽ ടു 60. ഇതാണ് എക്സ് പ്ലസ് വൈ സിക്കൽ ടു 60. രണ്ടാമത് കടന്നു പോകുന്നത് എക്സ് 20 കൂടെയും വൈ 100 കൂടെയും. എക്സിൻ്റെ 20 കൂടെയും വൈയുടെ 100 കൂടെയും. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഉടനെ എഴുതി വെച്ചേക്കുക. 5x പ്ലസ് വൈ സിക്കൽ ടു 5x പ്ലസ് വൈ സിക്കൽ ടു 100. സോ ട്രൂ ഫോൾസ് നോക്കുക. ആദ്യം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. 0 0 കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ ടു 60 ട്രൂ ആണ്. സോ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരും നമ്മുടെ ഷെയ്ഡ് പോർഷൻ. അടുത്ത് 5x പ്ലസ് വൈ, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. 0 ലെസ് ദാൻ ഈക്വൽ ടു 100 എന്ന് വരും, അതും ട്രൂ ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇങ്ങോട്ട് തന്നെ വരും. രണ്ടും കൂടെ വരുന്ന നമ്മുടെ ഷെയ്ഡ് പോർഷൻ കോമൺ ആയിട്ടുള്ള ഭാഗം ഇതാണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഭാഗം ഇതാണ്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കോർണർ പോയിന്റ്സ് നല്ല വൃത്തിക്ക് കണ്ടുപിടിക്കുക. കോർണർ പോയിന്റ്സ് ഏതൊക്കെ വരും? ഞാനിപ്പോൾ ഇവിടെ എ ബി സി ഡി നോക്കുന്നു. ഇത് എ 0 0, ഇത് ബി 20 0, ഇത് സി വരും. ശരിക്കും പറഞ്ഞാൽ സി 50 0 50 എന്ന് വരുമെന്ന് തോന്നുന്നു കേട്ടോ മക്കളെ. നമുക്ക് കണ്ടുപിടിക്കാം. ഡി 0 50. സി എനിക്ക് തോന്നുന്നു 10ൻ്റെ നേരെ ആണ്, 50ൻ്റെ ഇവിടെയാണ്. സോ 10 50 എന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനേ ഉള്ളൂ. എങ്കിലും ഞാനതും സോൾവ് ചെയ്യുവാണ്. 5x പ്ലസ് വൈ സിക്കൽ ടു 100ഉം മറ്റേത് എക്സ് പ്ലസ് വൈ സിക്കൽ ടു 60. സോൾവ് ചെയ്ത് നോക്കണം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി കേട്ടോ. 5xൽ നിന്ന് എക്സ് കുറച്ചാൽ 4x, വൈ നിന്ന് വൈ കുറച്ചാൽ 0. ഇവിടെ 40, എക്സ് എന്ന് പറയുമ്പോൾ 40/4. സോ എക്സ് 10 കിട്ടും. അതിർത്തി ഇവിടെ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ സിക്കൽ ടു 60. സോ വൈ എക്സ് 10 പ്ലസ് വൈ സിക്കൽ ടു 60. സോ വൈ എന്ന് പറയുന്നത് 60ൽ നിന്ന് 10 കുറച്ചാൽ 50. സോ 10 50 കറക്റ്റാണ്. ഗ്രാഫിൽ നിന്ന് കറക്റ്റാണ് കേട്ടോ. 10 50 തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നമുക്ക് നമ്മുടെ കോർണർ പോയിന്റ്സിൻ്റെ ബോക്സ് വരയ്ക്കാം. ഓക്കെ, കോർണർ പോയിന്റ്സിൻ്റെ 1 2 3 4. ഓക്കെ, ഇവിടെ കോർണർ പോയിന്റ്സ് ഇവിടെ z ഇസിക്കൽ ടു 250 x പ്ലസ് 75 y. 250 x പ്ലസ് 75 y. 250 x പ്ലസ് 75 y. കോർണർ പോയിന്റ്സ് എ 0 0, ബി 20 0, സി 10 50, ഡി 0 50 അല്ലേ. 0 0 20 0 10 50 0 50. നേരെ നമ്മുടെ എക്സിൻ്റെ വൈയുടെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 കിട്ടും. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര വരും? 250 × 20. അപ്പോൾ 5000 വരും അല്ലേ. 250 × 20 5000. യെസ്, 5000 വരും. അടുത്തത് 250 × 10, 250 × 10 പ്ലസ് 75 × 50, 6250 വരും. അടുത്ത 75 × 50, 3750 വരും. മക്കളെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമൈസ് ആണ്. അതുകൊണ്ട് ഏറ്റവും മാക്സിമം വാല്യൂ ഇതല്ലേ, 6250. ദെയർഫോർ ദ മാക്സിമം വാല്യൂ z ഈസ് 6250 അറ്റ് സി ഓഫ് 1050. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. മക്കളെ 1 മണിക്കൂർ മുമ്പ് തന്നെ
ഞാൻ ആൻസേഴ്സ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക കുട്ടികൾക്കും ഇത്രയും ഒരു 1.5 മണിക്കൂറിൽ തന്നെ എക്സാം, 1.5 മണിക്കൂർ വേണ്ട, ഒരു 1.25 മണിക്കൂറിൽ തന്നെ എക്സാം എഴുതി കഴിയാൻ പറ്റുന്ന അത്രയും എക്സാം, അത്ര സിമ്പിൾ ആയിട്ടുള്ള എക്സാമാണ്. മിക്ക കുട്ടികൾക്കും 60ൽ 60 കിട്ടാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അത്ര എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. മിക്കതും ഡയറക്റ്റ് തന്നെയാണ്. അത്ര എളുപ്പമാണ്. സോ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന മക്കളെ, നിങ്ങൾ മാർക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് ഉറപ്പിക്കുക. ഓക്കെ, മക്കളെ ഇത്രയേ ഉള്ളൂ. സോ ഇനി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനുള്ള കുട്ടികളുണ്ട് നിങ്ങൾ. സോ ഇമ്പ്രൂവ്മെൻറ്റ് ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല കിടിലായിട്ട് നമുക്ക് പഠിച്ചു പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.